ഫസ്റ്റ് ഡേ തന്നെ ഒരു ഫാൻസിൻ്റെ മുന്നേ വെച്ചിട്ട് തന്നെ ഇരുന്ന് കാണണം. അങ്ങനെ ഒരു ഓളം പിടിച്ചൊരു പടമാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ്റെ ഒരു ഹൈപ്പേറിയൊരു സിനിമയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫസ്റ്റ് ഡേ കണ്ടില്ലെങ്കിൽ ഒരു മലയാളി എന്നുള്ള എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഇത് റിവ്യൂസും അങ്ങനത്തെ പല രീതിയിലും വരുമ്പോൾ ഈ ട്രോൾ പേജസിലായാലും ട്വിറ്ററിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും പലതും നമ്മളിങ്ങനെ ഫോൺ നമ്മളെപ്പോഴും നോക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഉറപ്പായിട്ട് ഇങ്ങനെ തോണ്ടി പോകുമ്പോൾ എല്ലാം കിടന്ന് സ്പോയിലറായിട്ട് ഇറക്കി വിടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിനിമ കാണാനുള്ള ഒരു ആസ്വാദനം നഷ്ടപ്പെടും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിക്കാൻ പോകുന്നത്. സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും വന്നിട്ട് ഉള്ള സ്പോയിലർ എല്ലാം എടുത്ത് വിടും. ഇങ്ങനത്തെ ഒരു പടങ്ങളൊക്കെ FDFS കാണണം. ഇല്ലെങ്കിൽ നമ്മൾ സത്യം ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇല്ല. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്നും അനുഭവിക്കാൻ പറ്റില്ല. ദയവ് ചെയ്ത് ഇമാതിരി ലീക്കുകളൊന്നും ചെയ്ത് ചെറ്റത്തനങ്ങൾ കാണിക്കരുത്. സീരിയസ് ആയിട്ടാണ് പറയണം. ഇന്ന് പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ റിലീസായല്ലോ, അതും നല്ല ഇതാണ്. എക്സ്പെക്ടേഷൻ ഉണ്ട്, അതിന് കണ്ടു തീർന്നിട്ടേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ലൂസിഫറിൻ്റെ വെച്ച് നോക്കുവാണെങ്കിൽ അതിലും നല്ലതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് മൂവീസ്. പിന്നെ പൃഥ്വിരാജിൻ്റെ ആണല്ലോ അതും, പിന്നെ മോഹൻലാലും എല്ലാം ഉള്ളതുകൊണ്ട് കാസ്റ്റിംഗ് എല്ലാം ട്രെയിലറൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഹൈപ്പിലാണ് ഇപ്പോൾ മൂവി നിൽക്കുന്നത്. മിക്കവാറും ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. ലൈക്ക് കുറേ പടങ്ങൾ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു കംബാക്ക് ആയിരിക്കും ഉറപ്പാണ്. 500 ഇപ്പം തന്നെ ഏകദേശം 64 സംതിങ് അങ്ങനെ ആയല്ലോ. മേ ബി നമുക്ക് എന്തായാലും പടം വന്നിട്ടേ കണ്ടു കഴിഞ്ഞിട്ട് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും 500. ഇത് നേരത്തെ തൊട്ടേ കുറേ ഇയേഴ്സ് മുന്നേ തന്നെ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ഹൈപ്പ് ഉണ്ടല്ലോ. ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഈ മോഹൻലാലിൻ്റെയും ലൂസിഫറിൻ്റെ ഒരു തന്നെ ബാക്കിൽ ഒരു സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ടുള്ള ഒരു ഇതുണ്ട്. ഫസ്റ്റ് ഡേ ഇല്ലായിരുന്നു, ഫുള്ളായിരുന്നു. നമ്മളിപ്പം പിന്നെ 4-ാം തീയതിയിലേക്ക് എടുത്തോളൂ. ഞാൻ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പം ഇന്ന് പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ റിലീസായല്ലോ, അതും നല്ല ഇതാണ്. അപ്പം അവിടുത്തെ എല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് 500 crore കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഓവറോൾ ഉണ്ട്, കൊള്ളാം. നല്ലതായിട്ട് ഫ്രീ ആയിട്ടുള്ള വന്നതായാലും എല്ലാം കൊള്ളായിരുന്നു. പിന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമല്ലോ, ഇത് ലൂസിഫറിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണല്ലോ, അങ്ങനെ കൊള്ളാം. അതിൻ്റെ അകത്ത് പിന്നെ കുറച്ച് സസ്പെൻസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വെച്ച് കൊള്ളാം. വെയിറ്റിംഗ് ആണ്. വളരെ അധികം കൂടുതൽ, ഇപ്പോൾ ലൂസിഫറിനെക്കാട്ടിലും കൂടുതൽ എക്സ്പെക്ടേഷൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. വളരെയധികം ഫേമസ് ആയതാണല്ലോ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെയും മുരളി ഗോപിയുടെ അവരുടെ ഡയറക്ഷൻസ് കാരണം അവന്നൊരു പ്രതീക്ഷയുണ്ട്. ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും അതിന് ഫുള്ളും കണ്ടിട്ടല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എനിക്ക് മിക്സഡായിട്ട് ഞാനിപ്പോൾ റീൽസൊക്കെ അങ്ങനെ അത്യാവശ്യം കാണുന്നത് കൊണ്ട് എനിക്കങ്ങനെ ഒരു മിക്സഡ് ഫീലിംഗ് ആണ് കിട്ടിയത്. ചെങ്ങൈൻ്റെ കൂടെയാണ് എടുത്തേക്കുന്നത് ടിക്കറ്റില്ല. എക്സ്പെക്ടേഷൻ ഉണ്ട്, അതിന് കണ്ടു തീർന്നിട്ടേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് ഗസ്സൊന്നും പറയില്ല. ചിലർ പറയുന്നത് ഫഹദാന്ന്, ചിലർ പറയുന്നത് മറ്റേ റിയോ, അങ്ങനെ ഏതോ കൊറിയനോ അങ്ങനെ ഏതോ ഒരു ആക്ടറാണെന്നും പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഗസ്സിങ് ഒന്നും കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്പുരാൻ, പൃഥ്വിരാജ്, സുകുമാരൻ ഡയറക്ഷൻ, ലാലേട്ടൻ. അപ്പോൾ അതാണ് എക്സ്പെക്റ്റേഷൻ. നല്ല പടമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കിട്ടിയിട്ടില്ല. പല തിയേറ്ററിലും പോയി ടിക്കറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് 2ാമത്തെ ദിവസം ഓഡിയൻസ് 6 ഏറ്റവും ഫ്രണ്ടിലാണ് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും ദയനീയമായ അവസ്ഥയാണ്. കാരണം ടിക്കറ്റ് എനിക്ക് പടം കണ്ടേ പറ്റുമോ അറിയാമല്ലോ. ഈ ഒരു സിനിമയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ഒരു ഫാൻസിൻ്റെ മുന്നേ വെച്ചിട്ട് തന്നെ ഇരുന്ന് കാണണം. അങ്ങനെ ഒരു ഓളം പിടിച്ചൊരു പടമാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ്റെ ഒരു ഹൈപ്പേറിയൊരു സിനിമയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫസ്റ്റ് ഡേ കണ്ടില്ലെങ്കിൽ ഒരു മലയാളി എന്നുള്ള എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? നമുക്ക് അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം. തിയേറ്ററിലൊക്കെ ആ ഒരു ഓളത്തിരുന്ന് കാണണം. ഇതൊക്കെ ഇനി എപ്പോഴാണ് കിട്ടണത് ഇതുപോലെ? അപ്പം ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ എനിക്കിത് ഒരു ഫസ്റ്റ് ഡേ മിസ് ചെയ്യും. മിസ് ചെയ്യാൻ ഏറ്റവും കാരണം ഇത് റിവ്യൂസും അങ്ങനത്തെ പല രീതിയിലും വരുമ്പോൾ ഈ ട്രോൾ പേജസിലായാലും ട്വിറ്ററിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും പലതും നമ്മളിങ്ങനെ ഫോൺ നമ്മളെപ്പോഴും നോക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഉറപ്പായിട്ട് ഇങ്ങനെ തോണ്ടി പോകുമ്പോൾ എല്ലാം കിടന്ന് സ്പോയിലറായിട്ട് ഇറക്കി വിടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിനിമ കാണാനുള്ള ഒരു ആസ്വാദനം നഷ്ടപ്പെടും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിക്കാൻ പോകുന്നത്. സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും വന്നിട്ട് ഉള്ള സ്പോയിലർ എല്ലാം എടുത്ത് വിടും, പടത്തിൻ്റെ ഓരോന്നും ഇറക്കി വിടും. സത്യം എന്തൊക്കെ ഇനി അതാണ് ഈ ഒരു സിനിമ. നമുക്ക് ആ ഒരു വിഷമമുണ്ട്. എന്തായിരിക്കും പറഞ്ഞാൽ എന്തായാലും സെക്കൻഡ് ടൈം ഇങ്ങനെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഫ്രണ്ട് കിട്ടി. ഭയങ്കര സങ്കടത്തോടെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബ്രോ, ഇതൊക്കെ FDFS കാണാൻ പറ്റിയില്ലെങ്കിൽ ഒരു മലയാളി എന്നുള്ള നിലയിൽ ഞാൻ സത്യം ഇതൊക്കെ FDFS ഒക്കെ ഇങ്ങനത്തെ ഒരു പടങ്ങളൊക്കെ FDFS കാണണം. ഇല്ലെങ്കിൽ നമ്മൾ സത്യം ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇല്ല. അപ്പം ഇതൊക്കെ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്നും അനുഭവിക്കാൻ പറ്റില്ല. അതൊക്കെ ഇപ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ആ ഒരു ഓളം വേറെയാണ്. പക്ഷേ ശരിക്കും ഞാൻ മിസ് ചെയ്യണമുണ്ട്. സങ്കടമുണ്ട്. എന്തായാലും എമ്പുരാൻ നല്ല വിജയമാവട്ടെ. അതുപോലെ തന്നെ FDFS എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ പടം കണ്ടോളൂ. പടം കണ്ടിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആ സിനിമയിലുള്ള ഒരു അംശം പോലും പുറത്ത് വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്റ്റാറ്റസ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിൽ ട്വിറ്ററിൽ അങ്ങനത്തെ ഉള്ള സൈറ്റുകളിൽ ദയവ് ചെയ്ത് ഇമാതിരി ലീക്കുകളൊന്നും ചെയ്ത് ചെറ്റത്തനങ്ങൾ കാണിക്കരുത്. സീരിയസ് ആയിട്ടാണ് പറയണം. ഇത് കാലാകാലമായി നടക്കുന്നതാണെങ്കിലും നമ്മളെപ്പോലുള്ള കാണാൻ പോകുന്ന പ്രേക്ഷകരുടെ ആസ്വാദനം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ്. സോ ദയവ് ചെയ്ത് നിങ്ങൾ സിനിമയെ കൊല്ലരുത്. നിങ്ങൾ സിനിമ കണ്ടോളൂ.
നിങ്ങൾക്ക് അഭിപ്രായം പറയാം, അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും പറയാം, നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി പറയാം. പക്ഷേ ദയവ് ചെയ്ത് ആ സിനിമയ്ക്കകത്തുള്ള ഓരോ സസ്പെൻസോ ഒരു കാര്യങ്ങൾ പോലും നിങ്ങൾ ദയവ് ചെയ്ത് പുറത്ത് വിടരുതേ എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്.